ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവ തിരുനാമത്തിന് സ്തുതി. ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. ഒന്നാം വാക്യത്തിൽ പ്രതിപാദിക്കുന്ന വ്യക്തി ആർ? ഉത്തരം മിക്ക. 2. ഒന്നാം വാക്യത്തിൽ മിക്ക ആരോടാണ് സംസാരിക്കുന്നത്? ഉത്തരം അമ്മയോട്. 3. മിക്ക അമ്മയോട് എന്താണ് പറഞ്ഞത്? ഉത്തരം 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റി അമ്മ ശാപമുച്ചരിക്കുകയും മിക്കായോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ. അത് അവൻ്റെ കൈവശമുണ്ട്, അവനാണ് അതെടുത്തത് എന്നും. 4. രണ്ടാം വാക്യപ്രകാരം മകൻ്റെ സംസാരശേഷം അമ്മ എന്താണ് പറഞ്ഞത്? ഉത്തരം മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന്. 5. മിക്ക താമസിച്ചിരുന്നത് എവിടെയാണ്? ഉത്തരം എഫ്രായിം മലനാട്ടിൽ. 6. 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് നീ എന്ത് ഉച്ചരിച്ചല്ലോ എന്നാണ് അമ്മയോട് പറയുന്നത്? ഉത്തരം ശാപം. 7. എത്ര വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചാണ് മിക്ക അമ്മയോട് പറയുന്നത്? ഉത്തരം 1100 വെള്ളി നാണയങ്ങൾ. 8. 1100 വെള്ളി നാണയം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് എപ്രകാരമാണ് അമ്മ മിക്കായോട് പറയുന്നത്? ഉത്തരം രഹസ്യമായി. 9. നഷ്ടപ്പെട്ട 1100 വെള്ളി നാണയങ്ങൾ ആരുടെ കൈവശമാണ് ഉണ്ടായിരുന്നത്? ഉത്തരം മിക്കായുടെ കൈവശം. 10. നഷ്ടപ്പെട്ട 1100 വെള്ളി നാണയം മിക്ക എടുത്ത വിവരം അറിഞ്ഞ അമ്മ മകനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ഉത്തരം എൻ്റെ മകനെ. 11. തൻ്റെ മകനെ ഏതൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് അമ്മ വെള്ളി മാറ്റിവെച്ചത്? ഉത്തരം ഒരു കൊത്ത് വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും. 12. ആര് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് അമ്മ മിക്കായോട് പറയുന്നത്? ഉത്തരം കർത്താവ്. 13. മിക്കായുടെ അമ്മ എത്ര വെള്ളി നാണയങ്ങൾ എടുത്താണ് തട്ടാനെ ഏൽപ്പിച്ചത്? ഉത്തരം 200 വെള്ളി നാണയങ്ങൾ. 14. തട്ടാൻ നിർമ്മിച്ച കൊത്ത് വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും എവിടെയാണ് പ്രതിഷ്ഠിച്ചത്? ഉത്തരം മിക്കായുടെ ഭവനത്തിൽ. 15. മിക്കായ്ക്ക് എന്തുണ്ടായിരുന്നുവെന്നാണ് 5-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം പൂജാഗ്രഹം. 16. 5-ാം വാക്യപ്രകാരം മിക്ക എന്തുണ്ടാക്കിയെന്നാണ് പറയുന്നത്? ഉത്തരം ഒരു എഫോദും വിഗ്രഹങ്ങളും. 17. മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത്? ഉത്തരം ഒരു എഫോദും വിഗ്രഹങ്ങളും. മിക്ക പുരോഹിതനെ എന്താണ് സൂക്ഷിച്ചു വെച്ചത്? ഉത്തരം ഒരു എഫോദും വിഗ്രഹങ്ങളും. 18. 17-ാം അധ്യായം 6-ാം വാക്യപ്രകാരം രാജവാഴ്ചയില്ലായിരുന്ന സ്ഥലം ഏത്? ഉത്തരം ഇസ്രായേൽ. 19. 7-ാം വാക്യപ്രകാരം യൂദാവംശജനായ ഒരു യുവാവ് എവിടെയുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്? ഉത്തരം യൂദയായിലെ ബെത്ലഹേമിൽ. 20. യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ടായിരുന്ന ലേവ്യൻ യാത്ര ചെയ്ത് എവിടെ എത്തിയെന്നാണ് പറയുന്നത്? ഉത്തരം എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ. 21. മിക്ക ലേവ്യനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക എന്ന്. 22. മിക്ക ലേവ്യനോട് എന്തെല്ലാം നൽകിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്? ഉത്തരം വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാമെന്ന്. 23. 11-ാം വാക്യപ്രകാരം വന്നു ചേർന്ന ലേവ്യൻ മിക്കായ്ക്ക് ആരെ പോലെ ആയിരുന്നു? ഉത്തരം പുത്രനെ പോലെ. 24. മിക്ക ലേവ്യനെ എന്തായി അവരോധിച്ചുവെന്നാണ് 12-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം പുരോഹിതനായി.
25. 13-ാം വാക്യപ്രകാരം കർത്താവ് മിക്കായെ എന്തുകൊണ്ട് അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം, ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചത് കൊണ്ട്. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.